നമസ്കാരം, ഞാൻ പ്രദീപ് ശങ്കർ. ഇന്ന് ഞാൻ പറയുന്നത് മോഹിനിയാട്ടം സിനിമയെക്കുറിച്ചാണ്. ഭരതനാട്യം 2 മോഹിനിയാട്ടം. ജനർ ഡാർക്ക് കോമഡി, ക്രൈം ത്രില്ലർ, ഫാമിലി ഡ്രാമ. ഡയറക്ടർ കൃഷ്ണദാസ് മുരളി, റൈറ്റർ കൃഷ്ണദാസ് മുരളി ആൻഡ് വിഷ്ണു പ്രദീപ്. പ്രൊഡക്ഷൻ ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ. സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് തോമസ് തിരുവല്ലയാണ്. ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് സൈജു കുറുപ്പ് തന്നെയാണ്. പക്ഷേ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി സുരാജ് വെഞ്ഞർമോട്, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജിനി, ശ്രീജ രവി, ബേബി ചീൻ ആൻഡ് അബ്രാം രാധാകൃഷ്ണൻ. സിനിമ നല്ല രീതിയിലുള്ള ഒരു എന്റർടൈനർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ അധികം മികച്ച ഒരു കഥയെ ആസ്പദമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ ഭാഗത്തിൽ നിന്ന് ആരംഭിക്കുന്ന സിനിമ വളരെ മികച്ച രീതിയിലുള്ള കഥ പറച്ചിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സൈജു കുറുപ്പും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില ഡാർക്ക് കോമഡികളും എല്ലാം തന്നെ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. ഇത്രത്തോളം സിനിമയെ ആ രീതിയിൽ നോക്കിക്കണ്ട് ഡയറക്ടറും റൈറ്ററുമായ കൃഷ്ണദാസ് മുരളി വളരെയധികം നന്നായി തൻ്റെ ജോലി ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഈ സിനിമയെ എല്ലാ തരത്തിലും നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് കിളി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. സിനിമാറ്റോഗ്രാഫി ബബ്ലു അച്ചു ആണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ഷഫീഖ് ബീബി ആണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒന്നുകൂടി എഡിറ്റിങ്ങിൽ കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഭരതനാട്യത്തിന്റെ തുടർച്ചയായി വന്ന ഈ സിനിമ, ഇതിലെ ശശിധരൻ എന്ന ലീഡ് ക്യാരക്ടർ സൈജു കുറുപ്പാണ് ചെയ്തിരിക്കുന്നത്. 2024 ഇറങ്ങിയ ഭരതനാട്യം എന്ന മൂവിയുടെ രണ്ടാം ഭാഗമായിട്ടാണ് മോഹിനിയാട്ടം ഇറക്കിയിരിക്കുന്നത്. അതായത് ശശിധരൻ നായരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്രൈസിസ് ആണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആരംഭിച്ച് നിരവധി വഴികളിലൂടെ സഞ്ചരിച്ച് വല്ലാത്തൊരു ദൃശ്യാനുഭവമാക്കി മാറ്റാൻ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു ആസ്വാദന നിലവാരം ഈ ചിത്രം പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ബോറടി ഇല്ലാതെ സിനിമ കാണാൻ കഴിയുക എന്നത്, അതാണ് ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. പല വഴികളിലൂടെ സിനിമ സഞ്ചരിച്ച് ഈ സിനിമ ഡാർക്ക് കോമഡിയുടെയും ത്രില്ലറുമൊക്കെ ആയി അങ്ങനെ ഒരു ഫാമിലി ഡ്രാമ പോലെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിനെ ക്ലൈമാക്സിൽ ഒരു വ്യത്യസ്ത തലത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുക എന്നത് ഇത്ര ചെറിയ നിസ്സാര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തന്നെ ഈ പടത്തിലെ മിക്ക കഥാപാത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആരും നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇരട്ടകളായി അഭിനയിച്ചവരുടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. സൈജു കുറുപ്പ് വളരെയധികം എഫേർട്ട് എടുത്ത് അഭിനയിച്ചിട്ടുപോലെ എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് സൈജു കുറുപ്പ് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ചബിൾ മൂവി തന്നെയാണ്. എല്ലാവരോടും ഈ സിനിമ കാണാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഷൈനിങ് ഓഫ് പ്രദീപ്.